My dear students, Dr. James Taylor രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മീഡിയ എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. ഈ പരമ്പരയുടെ 78ാമത്തെ എപ്പിസോഡിലേക്കാണ് പ്രവേശിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ 5 എപ്പിസോഡുകളിലായി ട്യൂബർകുലിനം എന്ന അധ്യായമാണ് നമ്മൾ പരിചയിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ 6ാമത്തെ എപ്പിസോഡിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇവിടെ റെസ്റ്റോക്സുമായിട്ടുള്ള ഒരു കമ്പാരിസൺ നമ്മൾ നേരത്തെ ഒരു സൂചന കണ്ടു. അതിൻ്റെ ഒരു കമ്പാരിസൺ റെസ്റ്റോക്സുമായിട്ടും സൾഫറുമായിട്ടും ഉള്ളൊരു വളരെ പ്രധാനപ്പെട്ട ചില കമ്പാരിസൺസ് കെൻഡി ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. സഫക്കേഷൻ ഇൻ എ വാം റൂം ക്യാൻ ഫൈൻഡ് ഈസിലി ബ്രീതിങ് ഓൺലി വെൻ റൈഡിങ് ഇൻ ദ കോൾഡ് വിൻഡ്. ഒരു ചൂടുള്ള മുറിയിൽ സഫക്കേറ്റ് ചെയ്യുക, ശ്വാസം മുട്ടൽ തോന്നുക എന്ന് പറയുന്നത് സ്വാഭാവികം. പക്ഷെ അടുത്ത വരിയിൽ പറയുന്നത് അസ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. ഒരു തണുത്ത കാറ്റുള്ള അല്ലെങ്കിൽ തണുത്ത അന്തരീക്ഷത്തിൽ വണ്ടി ഓടിക്കുമ്പോൾ, ഇവിടെ കുതിര വണ്ടി ഓടിക്കുന്ന കാര്യം പറയുന്നു, അല്ലെങ്കിൽ ബൈക്കിനോ കാറിനോ ഒക്കെ പോകുന്നു, അല്ലെങ്കിൽ ബസ്സിന് ഓപ്പൺ വിൻഡോയുള്ള ബസ്സിനോ ട്രെയിനൊക്കെ പോകുന്നു. തണുത്ത കാറ്റിൽ സഞ്ചരിക്കുമ്പോൾ എളുപ്പത്തിൽ ശ്വസിക്കാൻ പറ്റും. അതും ക്ഷയരോഗ സാധ്യതയുള്ള, ക്ഷയരോഗത്തിൻ്റെ ലാഞ്ചനയുള്ള, ക്ഷയത്തിൻ്റെ പാരമ്പര്യമുള്ള രോഗിയിൽ അതൊരു അസാധാരണത്തുള്ള കാര്യമാണ്. സാധാരണ തണുത്ത ഓപ്പൺ എയറിലേക്ക് വരുമ്പോൾ ശ്വാസം മുട്ടലും ചുമയും മറ്റ് പ്രയാസങ്ങളാണ് വരാറ്. പക്ഷേ ഇവിടെ ഈസി ബ്രീത്തിങ് ആണ്. അതൊരു വളരെ ശ്രദ്ധേയമായൊരു ലക്ഷണമാണ്. വെൻ Thysical patients find no comfort except riding in the cold wind, which is a rare symptom but has been noticed. This was a symptom specially marked in the lamented Greg of Buffalo. Greg എന്ന് പറയുന്ന ഡോക്ടർ ആണ് ഈ ഒരു റയർ സിംറ്റം ശ്രദ്ധിച്ചിട്ടുള്ളത്. ഗ്രെഗിനെ കുറിച്ച് നിങ്ങൾ ചിലപ്പോൾ കേട്ട് കാണും. അദ്ദേഹം വൈദ്യശാസ്ത്ര ചരിത്രത്തിൽ അദ്ദേഹം ശ്രദ്ധിക്കപ്പെട്ടത്, അല്ലെങ്കിൽ ഒരു വിവാദത്തിന് തിരികൊളുത്തിയത് ലൂയി പാസ്റ്ററുടെ രോഗാണു സിദ്ധാന്തത്തെ തുടർന്ന് എതിർത്തതോടെയാണ്. പാസ്റ്ററുടെ രോഗാണു സിദ്ധാന്തം വളരെയധികം കൊണ്ടാടപ്പെടുകയും അത് ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ വളർച്ചയുടെ കുതിച്ചാട്ടമായി രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്യപ്പെട്ടപ്പോൾ ഗ്രഗ് നേരെ എതിർ നിലപാടെടുത്തത്. ആ നിലപാട് ഹോമിയോപ്പതിയുടെ കാഴ്ചപ്പാടിൽ പൂർണ്ണമായിട്ട് ശരിയായിരുന്നു താനും. ഇപ്പോൾ ഈ ദിവസങ്ങളിൽ നിങ്ങൾ വാർത്തകൾ ശ്രദ്ധിച്ചു കാണും. നിപ്പ വൈറസ്, അതുപോലെ ഒരു അമീബ, ബ്രെയിൻ ഈറ്റിംഗ് അമീബ. ഒരേ സാഹചര്യങ്ങളിൽ ജീവിച്ച ആ ഒരു കുട്ടി മരിച്ചു പോവുക എന്നുള്ളൊരു ദൗർഭാഗ്യകരമായ സംഭവം ഉണ്ടായി. ആ കുട്ടിയോട് സമ്പർക്കമുള്ള പലർക്കും ഇല്ല. ഈ നിപ്പ വൈറസ് ഈ കുട്ടിയുടെ മാതാപിതാക്കളെയും മറ്റുമൊക്കെ അവരിലൂടെ കടന്നു പോയിട്ടുണ്ടാവില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ആ ഒരു കുട്ടിക്ക് മാത്രം അത് മാരകമായി. ഒരേ വൃത്തിഹീനമായൊരു ജലാശയത്തിൽ ഈ പറയുന്ന ബ്രെയിൻ ഈറ്റിംഗ് എന്ന് പറയുന്ന അമീബയുള്ള ഒരു വെള്ളക്കെട്ടിൽ പല കുട്ടികൾ നീന്തുന്നു, ഒരു കുട്ടിയെ മാത്രം അത് ബാധിക്കുന്നു. അപ്പോൾ ഈ രോഗാണു സിദ്ധാന്തത്തിന് എന്തോ പോരായ്മയുണ്ട്. അത് തെറ്റാണെന്നാണ് ഒരു വാദമല്ല ഉന്നയിക്കുന്നത്. അതിന് നമ്മൾ ഒരു പരിധിവരെ അംഗീകരിക്കണം. പക്ഷേ അത് പൂർണ്ണമായിട്ട് ശരിയെന്ന് പറയാൻ പറ്റുന്നില്ല. ഇപ്പോൾ ക്ഷയരോഗത്തെക്കുറിച്ച് തന്നെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ നേരത്തെ പറഞ്ഞൊരു ജർമ്മൻ ടീമെന്ന് ഒരു പഠനം നടത്തി. ഞാൻ സ്കൂളിൽ പഠിക്കുകയാണ്, തീരപ്രദേശത്താണ്, വേമ്പനാട്ട് കായലിനും വളരെ ചേർന്നാണ്. ഒരു 1.5 കിലോമീറ്റർ അപ്പുറം കടലുമുണ്ട്. കടൽക്കാറ്റും കായലിലുള്ള കാറ്റും ഒക്കെ അടിക്കുന്ന സ്ഥലമാണ്. ക്ഷയരോഗത്തിൻ്റെ നല്ല അനുയോജ്യമായൊരു സാഹചര്യം, ചതുപ്പ് നിലങ്ങളുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ എന്തുകൊണ്ട് ആ ഒരു സാഹചര്യത്തിൽ ഉണ്ടാവേണ്ടത്ര ക്ഷയരോഗികളുണ്ടാകുന്നില്ല, അല്ലെങ്കിൽ ക്ഷയരോഗം കൊണ്ട് സംഭാവ്യമായ മരണങ്ങൾ എന്തുകൊണ്ടുണ്ടാവില്ല എന്ന് പഠിക്കാനാണ് ആ ഒരു ജർമ്മൻ ടീം വന്നത്. ലോകത്തിലെ ഏറ്റവും മുന്തിയ വിദഗ്ധരാണെന്ന് തോന്നുന്നത്. അപ്പോൾ ഞങ്ങളുടെ സ്കൂളിനടുത്ത് തന്നെ പ്രൈമറി ഹെൽത്ത് സെൻ്ററുണ്ട് കുമ്പളങ്ങിയിൽ. ഇനിയിപ്പോൾ അത് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററാണെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ വന്നു. അവിടെ ഒരു
സ്കൂളിനോട് ചേർന്ന് അടുത്ത് തന്നെ ഒരു വിൻസെൻ്റ് ഇപ്പോൾ സൊസൈറ്റിയുടെ ഒരു ക്ലിനിക്കുണ്ട്. അവിടേക്ക് ഈ ടീം സന്ദർശിക്കുകയുണ്ടായി. അപ്പോൾ അവർ അന്ന് പറഞ്ഞൊരു കാര്യം ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ്. നമ്മുടെ അന്തരീക്ഷത്തിൽ ഒരു ക്ഷയരോഗി വന്നൊന്ന് ചുമച്ചു കഴിഞ്ഞാൽ, ഒരു ക്ഷയരോഗി ഒന്ന് തുമ്മിക്കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് രോഗബീജങ്ങൾ ചുറ്റും വരണം. അപ്പോൾ അത് നമ്മൾ ഒരുമിച്ചൊരു വാഹനത്തിൽ സഞ്ചരിക്കുമ്പോഴോ ക്ലാസ് മുറി ഇരിക്കുമ്പോഴോ ഈ രോഗബീജങ്ങൾ എല്ലാവരും ഉള്ളിൽ കയറും. പക്ഷെ എന്തുകൊണ്ട് എല്ലാവരും ക്ഷയരോഗികളാകുന്നില്ല? അന്നത്തെ കുമ്പളങ്ങി പഞ്ചായത്ത് പ്രസിഡന്റ് ദ്വിഭാഷിയായിട്ട് നിന്നുകൊണ്ട് ഞങ്ങൾ വിദ്യാർത്ഥികളോട് ഈ വിൻസെൻ്റ് ഇപ്പോൾ സൊസൈറ്റിയുടെ ആ ക്ലിനിക്കിൻ്റെ മുന്നിൽ ഞങ്ങൾ വിദ്യാർത്ഥികളെ കൂട്ടിയിട്ട് ഈ ജർമ്മൻ ടീമിൻ്റെ അധ്യക്ഷൻ ചോദിച്ച ചോദ്യമാണ്. മലയാളത്തിൽ അന്നത്തെ കുമ്പളങ്ങി പഞ്ചായത്ത് പ്രസിഡന്റ് അത് ഞങ്ങൾക്ക് വിശദീകരിച്ചു തന്നു. അപ്പോൾ അവർ പറഞ്ഞത് പ്രതിരോധ ശക്തിയുള്ളവരെ ഈ രോഗാണുക്കൾ ബാധിക്കുന്നില്ല. ഈ പ്രതിരോധ ശക്തി എന്തുകൊണ്ടുണ്ടാകുന്നതിനെ കുറിച്ചുള്ള ഒരു പഠനം നടത്തി. ആ പഠനങ്ങളിൽ നിന്ന് വ്യക്തമായൊരു കാര്യം അത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടോ, അത് നമ്മുടെ മെഡിക്കൽ രേഖകളിൽ നിലവിലുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അന്ന് ഞങ്ങൾ മനസ്സിലാക്കിയ കാര്യമാണ്. അത് നിങ്ങൾക്ക് ചിലപ്പോൾ ഉപകരിച്ചെന്നിരിക്കും. ഈ ഓയിൽ സാർഡൈൻ, ഈ മത്തി അല്ലെങ്കിൽ ചാളയെന്നും അറിയപ്പെടുന്ന ഓയിൽ സാർഡൈൻ എന്ന് പറയുന്ന അന്ന് വളരെ നിസ്സാര വിലയ്ക്ക് കൊട്ടക്കണക്കിന് കിട്ടിയിരുന്ന മത്സ്യം, ഇന്നിപ്പോൾ അത് വില കൂടിയൊരു മത്സ്യമാണ്, കിട്ടാനുമില്ല. ഈ മത്തി ക്ഷയരോഗത്തിനെതിരെ നല്ല പ്രതിരോധം തരുന്നു അവർ പിന്നീട്, അപ്പോഴല്ല, ഈ ഒരു വിശദമായ പഠനം കേരളത്തിലെ തീരപ്രദേശങ്ങളിലും മറ്റൊക്കെ നടത്തിയ ശേഷം, ഭക്ഷണശീലങ്ങളെക്കുറിച്ചൊക്കെ നടത്തിയ ശേഷം ജർമ്മനിയിൽ പോയി അതൊക്കെ വിശകലനം ചെയ്ത് അവരതിൻ്റെ ഒരു ഫൈൻഡിങ്സ് പുറത്തുവിട്ടപ്പോഴാണ് ഉണ്ടായിരുന്നത് മത്തി. അത് മത്തിയിലെ അയഡിൻ അതിലൊരു ഘടകമാണ്. അതൊക്കെ പുതിയ അറിവുകളായിരുന്നു. മത്തി ഒരു നാച്ചുറൽ അയഡിൻ സോഴ്സാണ്. മത്തി എല്ലാവർക്കും കഴിക്കേണ്ടതാണ്. തീരപ്രദേശങ്ങളിൽ മത്തി കഴിക്കേണ്ടതാണ്. തീരപ്രദേശങ്ങളല്ല, ഈ അയഡിൻ ദൗർലഭ്യമുള്ള ഈ ഹൈ റേഞ്ച് പ്രദേശങ്ങളിലൊക്കെ വർഷത്തിൽ 2-3 തവണയെങ്കിലും മത്തി കഴിച്ചു കഴിഞ്ഞാൽ ആവശ്യത്തിന് അയഡിൻ കിട്ടും. മത്തി ക്ഷയരോഗത്തിനെ പ്രതിരോധിക്കാനുള്ള ശക്തി കൊടുക്കുന്നു. അതൊക്കെ ചില പൊതു അറിവുകൾ. അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ രോഗാണു സിദ്ധാന്തത്തെ പൂർണ്ണമായിട്ട് അംഗീകരിക്കുകയാണെങ്കിൽ ഒരു ക്ഷയരോഗ ബീജങ്ങൾ ചെല്ലുന്ന എല്ലാവർക്കും ക്ഷയം വരുന്നില്ല. ഇവർ പ്രതിരോധ ശക്തി എന്ന് പറയുന്നത് നമ്മൾ വൈറ്റാലിറ്റി എന്ന് പറയുന്നു. വൈറ്റൽ പ്രിൻസിപ്പിൾ, വൈറ്റൽ ഫോഴ്സ് വേണ്ടത്ര ശക്തമാണെങ്കിൽ രോഗാണുക്കൾ കടന്നു വരുന്നു പോകുന്നു, അതിൻ്റെ വഴിക്ക് പോകുന്നു. കോവിഡ് ആയാലും നിപ്പയായാലും തലച്ചോറിനത്തിൽ നിന്നെന്ന് പറയപ്പെടുന്ന അമീബയായാലും എന്തായാലും വരുന്നു പോകുന്നു. അത് അയാളിൽ രോഗാവസ്ഥ ഉണ്ടാക്കുന്നില്ല, രോഗിയെ സിക്കാക്കുന്നില്ല. അപ്പോൾ ഈ ബുഫല്ലോ, യു.എസിലെ ബുഫല്ലോ എന്നുള്ള സംസ്ഥാനത്തിലുള്ള ഗ്രഗ് മുന്നോട്ട് വെച്ച തിയറിയാണ്. ഗ്രഗിനെ അന്ന് വളരെയധികം വിമർശിച്ചു. പക്ഷേ ഗ്രഗിൻ്റെ തിയറിയെ നമ്മൾ തുറന്ന മനസ്സോടുകൂടി മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് പറയുന്നത്, ഈ ഒരു റയർ സിംറ്റം, ഒരു ക്ഷയരോഗി, ക്ഷയരോഗ സാധ്യതയുള്ള വ്യക്തി, അയാൾക്ക് ശ്വസിക്കാൻ ഏറ്റവും എളുപ്പം തണുത്ത തുറന്ന വായുവിൽ സഞ്ചരിക്കുമ്പോഴാണെന്ന് പറയുന്നത് റയർ സിംറ്റം. അത് പലരും ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഗ്രഗാണ് അത് ശ്രദ്ധിച്ചിട്ടുള്ളൂ. ഹി വുഡ് റൈഡ് ഔട്ട് ഇൻ ദ കോൾഡ് വിൻഡ്സ് ബൈ ദ ലേക്ക് ഫോർ അവേഴ്സ്. അപ്പോൾ ഗ്രഗിന് ഇങ്ങനത്തെ ഒരു രോഗസാധ്യത ഉണ്ടായിരുന്ന ഒരാളാണ്. ക്ഷയരോഗത്തിന് പാരമ്പര്യം ഉണ്ടായിരുന്ന അദ്ദേഹം പൂർണ്ണ ആയുസ്സത്ത് അദ്ദേഹം മരിച്ചുപോയി. അപ്പോൾ അദ്ദേഹം തടാകത്തിൻ്റെ തീരത്തോടുകൂടി മണിക്കൂറുകളോളം കുതിരപ്പുറത്ത് ഓടിച്ചു പോകുമായിരുന്നു. അദ്ദേഹത്തിനൊക്കെ ആശ്വാസമായിരുന്നു. അർജന്റൻ നൈട്രിക്കം മെനി ടൈംസ് റിലീവ് ദാറ്റ്, ബട്ട് ഇറ്റ് ഈസ് എ സ്ട്രോങ് സിംറ്റം ഓഫ് ട്യൂബർക്കുലീനം. അപ്പോൾ അർജന്റൻ നൈട്രിക്കം, നിങ്ങൾക്ക് പുതിയൊരറിവ്, അർജന്റൻ നൈട്രിക്കത്തിന് ഈ ഒരു ലക്ഷണമുണ്ട്. പക്ഷേ ട്യൂബർക്കുലീനത്തിൽ ഇതൊരു പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ്. ഹി ഫൈനലി ഡൈഡ് ഓഫ് ട്യൂബർക്കുലോസിസ്. അദ്ദേഹം ക്ഷയരോഗം വന്ന് അവസാനം മരിച്ചു പോയി. ഡിസയർ ഫോർ ഡീപ്പ് ബ്രീത്തിങ്, ആഴത്തിൽ ശ്വാസം എടുക്കാനുള്ള ഒരു ആഗ്രഹം. എയർ ഹംഗ്രി എന്ന് നമ്മൾ പറയാറില്ലേ, വായുവിന് വേണ്ടി ദാഹിക്കുന്നൊരവസ്ഥ. ലോങ്സ് ഫോർ ദ ഓപ്പൺ എയർ, തുറന്ന വായുവിന് വേണ്ടിയിട്ടുള്ള ദാഹം. അടച്ചിട്ട മുറികളിൽ കഴിവുള്ള സാധിക്കില്ല. വാണ്ട്സ് ദ ഡോർസ് ആൻഡ് വിൻഡോസ് ഓപ്പൺ, സിറ്റ്സ് ഇൻ ദ റൂം കവേർഡ് വിത്ത് എ കോൾഡ് സ്വെറ്റ്, ബട്ട് വാണ്ട്സ് ദ എയർ, വാണ്ട്സ് ഫ്രഷ് എയർ. കോൾഡ് സ്വെറ്റോടുകൂടി മുറിയിലിരിക്കും,
ആഗ്രഹിക്കുന്നതാണ് തുറന്ന തണുത്ത വായുവാണ് ആഗ്രഹിക്കുന്നത്. വെൻ കവേർഡ് വിത്ത് കോൾഡ് സ്വെറ്റ് ഹി കനോട്ട് ഹാവ് ദ വിൻഡ് ബ്ലോയിങ് ഓൺ ഹിം ബിക്കോസ് ഹി ടേക്സ് കോൾഡ്. ഹി സെൻസിറ്റീവ് ടു ഇറ്റ്, ബട്ട് ഹി വാണ്ട്സ് ദ ഫ്രഷ് എയർ, ഹി വാണ്ട്സ് ഓപ്പൺ എയർ. അപ്പോൾ കോൾഡ് സ്വെറ്റ് ഉള്ളപ്പോൾ കാറ്റടിച്ചു കഴിഞ്ഞാൽ തണുപ്പടിക്കും, ജലദോഷപ്പനിയൊക്കെ ഉണ്ടാവും. പക്ഷേ അയാളൊരു സെൻസിറ്റീവാണ്, എന്നാൽ പോലും അയാൾക്ക് ഫ്രഷ് എയർ വേണം. അയാൾക്കത് ഹാംഫുള്ളാണെങ്കിൽ പോലും ഫ്രഷ് എയർ വേണം. ഇവിടെ എൻ്റെ കാര്യം കൂടി ഒന്ന് സൂചിപ്പിക്കുക. ഞാൻ ഇതേപോലെ എയർ ഹംഗ്രി ആയിട്ടുള്ള ആളാണ്. അടച്ചിട്ട മുറികളിലിരിക്കാൻ എനിക്ക് പ്രയാസമുണ്ട്. തുറന്ന വായു എനിക്ക് റിലീഫാണ്. പക്ഷെ തുറന്ന വായു എനിക്ക് ഹാംഫുള്ളല്ല. അപ്പോൾ നമ്മളതിനെ പൂർണ്ണ അർത്ഥത്തിൽ മനസ്സിലാക്കണം. തുറന്ന വായു ഹാംഫുള്ളാണ്, തണുപ്പടിക്കും, പ്രശ്നങ്ങളുണ്ടാകും. എങ്കിലും അതിനുള്ള ഡിസൈർ, അതാണ് ട്യൂബർക്കുലിനത്തിന് വ്യത്യസ്തമാകുന്നത്. പക്ഷേ തുറന്ന വായു അയാൾക്ക് റിലീഫാണ്, തുറന്ന വായുടെ ഒരു പ്രശ്നമൊന്നുമില്ല എന്ന് പറയുന്നത് അത് ട്യൂബർക്കുലിനത്തിൻ്റെ സൂചനയാകണമെന്നില്ല. എസ്പെഷ്യലി വെൻ ദ ട്യൂബർക്കുലർ ഡിപ്പോസിറ്റ് ബിഗിൻ ഇൻ ദ എപെക്സ് ഓഫ് ദ ലെഫ്റ്റ് ലങ്, വിച്ച് ഇസ് ദ ഇൻഡിക്കേഷൻ ദാറ്റ് ഹാസ് ബീൻ വെരിഫൈഡ് ബൈ ക്വൈറ്റ് എ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. അപ്പോൾ അതിൻ്റെ ഒരു ശരീരശാസ്ത്രപരമായിട്ട് പറയുകയാണ്, ഇടതുവശത്തെ ലങ്ങിൻ്റെ ശ്വാസകോശത്തിൻ്റെ മേൽഭാഗത്ത് ഏപെക്സിൽ ട്യൂബർക്കുലർ ഡിപ്പോസിറ്റ് വന്നു തുടങ്ങുന്ന സമയത്താണ് ഈ ഒരു അവസ്ഥ ഉണ്ടാകുന്നതെന്ന് ഒരു ശരീരശാസ്ത്രപരമായിട്ടുള്ള ഒരു സൂചന കൂടി കണ്ടെത്തുകയാണ്. ഇത് നിരവധി നിരീക്ഷകർ അത് കണ്ടെത്തിയിട്ടുണ്ട്. ഇനി അതിൻ്റെ ചുമയെക്കുറിച്ച് പറയാണ്. ഹാർഡ് ഡ്രൈ കോഫ്, ഹാർഡ് ഡ്രൈ ഷേക്കിംഗ് കോഫ്. ചുമച്ചിങ്ങനെ ആളെ മൊത്തം കുലുക്കുന്ന തരത്തിലുള്ള ചുമ, ഒരു ക്ഷയരോഗികളുടെ ഒരു ടിപ്പിക്കൽ സിംറ്റം. were symptoms noticed by Bodman regardless of thysis. ബോഡ്മാൻ ശ്രദ്ധിച്ച ഒരു സിംറ്റമാണ്. ഇത് ക്ഷയരോഗമുള്ളവരിൽ മാത്രമല്ല അല്ലാത്തവരിലും ആകാം, റിഗാർഡ്ലെസ് ഓഫ് തൈസിസ്. ക്ഷയരോഗികളും ആകാം, അല്ലാത്തവരും ആകാം. അപ്പോൾ ഹോമിയോപ്പതിക്ക് സിംറ്റംസ് പറയുന്നത് അങ്ങനെയാണല്ലോ. നമ്മൾ ഒരു രോഗിയിലുള്ള ക്ഷയരോഗം എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരാളുള്ള സിംറ്റമൊന്നുമില്ല. അയാളുടെ സിംറ്റം അതിൻ്റെ പ്യൂറസ്റ്റ് ഫോമിൽ, മുൻവിധികളൊന്നുമില്ലാതെ അയാൾ ക്ഷയമുണ്ടോ, ക്യാൻസർ ഉണ്ടോ, അതുണ്ടോ ഇതുണ്ടോ എന്ന് നോക്കാതെ ആ സിംറ്റത്തിൻ്റെ ആ ഒരു അൺപ്രജുഡീസ്ഡ് ആയിട്ടുള്ള പ്യൂറായിട്ടുള്ള അവസ്ഥ. ഷെയ്ക്കിംഗ് ഓഫ്, അല്ലാതെ ആളെ മൊത്തം കൊടുക്കുന്ന ചുമ, അത് ക്ഷയരോഗിയാകാം, അല്ലാതാകാം. നമ്മളതിൻ്റെ ചുമ നോക്കിയാൽ മതി. അയാൾ ക്ഷയരോഗിയാണോ ഇല്ലയെന്ന് അയാളുടെ കഫമോ രക്തമോ പരിശോധിച്ച് ബോധ്യപ്പെടേണ്ട കാര്യമില്ല. ഒബ്സർവ് ചെയ്യാവുന്ന സിംറ്റം. ദ എക്സ്പെക്ടേഷൻ ഈസ് തിക്ക് യെല്ലോ, ഓഫൺ യെല്ലോയിഷ് ഗ്രീൻ ഇൻ കാറ്റാറിക് കണ്ടീഷൻസ്. ചുമച്ച് തുപ്പുന്നത് കട്ടിയുള്ള മഞ്ഞ അല്ലെങ്കിൽ മഞ്ഞ കലർന്ന പച്ച നിറമുള്ള കഫമായിരിക്കും. ഹാക്കിംഗ് ഓഫ് ഇൻ യങ് ഗേൾസ് where there is a suppression of menstrual flow of the first menses. മറ്റൊരു മെക്കാനിസം, ആദ്യത്തെ മെൻസ്ട്രേഷൻ സപ്രസ് ചെയ്യുമ്പോൾ, ആദ്യത്തെ മെൻസ്ട്രൽ ഫ്ലോ സപ്രസ് ചെയ്യുമ്പോൾ പെൺകുട്ടികളുണ്ടാകുന്ന ഈ ഹാക്കിംഗ് കോഫ്. അപ്പോൾ മെൻസ്ട്രൽ ഫ്ലോ സപ്രസ് ചെയ്യുന്ന നിരവധി കണ്ടീഷൻസ്, നിരവധി ഔഷധങ്ങളുണ്ട്. ഇവിടെ അങ്ങനെയല്ല. ഫസ്റ്റ് മെൻസ്ട്രൽ ഫ്ലോ സപ്രസ് ചെയ്യുമ്പോൾ പെൺകുട്ടികളുണ്ടാകുന്ന ഹാക്കിംഗ് കോഫിനെ ട്യൂബർക്കുലിനം കവർ ചെയ്യുന്നുണ്ട്. ദ കം ഓൺ വൺസ് ഓർ ട്വൈസ് ഓർ 3 times ആൻഡ് ദ പേഷ്യൻ്റ് ഈസ് യെല്ലോ, ഈസ് പ്യൂണി, ഈസ് ടയേർഡ്, ഹാസ് എ ഹാക്കിംഗ് കോഫ് ആൻഡ് എ സസ്പീഷ്യസ് ചെസ്റ്റ്. അപ്പോൾ ഇങ്ങനെ വരുന്ന കുട്ടികളിൽ അവരുടെ ചെസ്റ്റിൻ്റെ അവസ്ഥ ഇത്തിരി സസ്പീഷ്യസ് ആണ്. ക്ഷയരോഗത്തിൻ്റെ പാരമ്പര്യം ഉണ്ടാകാം. നേരത്തെ പറഞ്ഞ പോലെ അവരുടെ സിബ്ലിങ്സിലോ ക്ലോസ് റിലേഷനിലോ ബ്ലഡ് റിലേഷനിലോ മുൻ തലമുറയിലോ ഒക്കെ ആരെങ്കിലും ക്ഷയരോഗം വന്ന് മരിച്ചുണ്ടാകാം. അല്ലെങ്കിൽ 1-2 തലമുറ മുമ്പ്, ഇപ്പോഴത്തെ അവസ്ഥയാണെങ്കിൽ 1-2 തലമുറ മുമ്പ് ക്ഷയരോഗം വന്ന സാഹചര്യം ഉണ്ടാകാം. അങ്ങനെയുള്ള സാഹചര്യത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിക്ക് ഈ ഒരു അവസ്ഥ, അതിൻ്റെ അവസ്ഥ എങ്ങനെയാണ്? യെല്ലോ, വളരെ മഞ്ഞച്ചത്, പ്യൂണി, വളരെ ശോഷിച്ചൊരു ചെറിയ പ്രായത്തിൻ്റെ ഒത്ത വളർച്ച കാണാത്തൊരു ശോഷിച്ച ചെറിയ കുട്ടി, ടയേർഡ്, ശോഷിച്ചത്, ഹാക്കിംഗ് കോഫ് ഉള്ളത്, സസ്പീഷ്യസ് ചെസ്റ്റ്. അങ്ങനെയുള്ളൊരവസ്ഥയിൽ ഒരു പെൺകുട്ടിയുടെ ഫസ്റ്റ് മെൻസ്ട്രൽ ഫ്ലോ സപ്രസ്ഡ് ആകുകയും ഇതേപോലത്തെ ഒരു ഹാക്കിംഗ് കോഫ് ഉണ്ടാകുകയും ചെയ്തതിനാൽ അത് ട്യൂബർക്കുലിനം അത് കവർ ചെയ്യും. ഇഫ് ദ ട്യൂബർക്കുലർ ഡെപ്പോസിറ്റ് ഹാവ് നോട്ട് ഗോൺ ടു ഫാർ, ട്യൂബർക്കുലർ മേ അറസ്റ്റ് ദ പ്രോഗ്രസ് ഓഫ് ദ ഡിസീസ്. അപ്പോൾ ട്യൂബർക്കുലർ ഡെപ്പോസിഷൻ വല്ലാതെ അങ്ങ് വർദ്ധിച്ചിട്ടില്ല എങ്കിൽ
ആ ക്ഷയരോഗത്തിൻ്റെ പുരോഗതിയെ ട്യൂബർക്കുലീനം അറസ്റ്റ് ചെയ്യും, പിടിച്ചു നിർത്തും. പക്ഷെ വല്ലാതെ അതിനെ ഇൻവേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൈവിട്ട കാര്യമായിരിക്കും. ട്യൂബർക്കുലീനം ഓഫൺ ഗിവ്സ് ഇമ്മ്യൂണിറ്റി ഇഫ് ടേക്കൺ ബിഫോർ ദ ട്യൂബർക്കുലോസിസ് ബിഗിൻസ് ഇൻ ദോസ് ഹു ഹാവ് ഇൻഹെറിറ്റഡ് ഇറ്റ്. മറ്റൊരു പ്രധാനപ്പെട്ട അറിവ് നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ്, ക്ഷയരോഗം പാരമ്പര്യമായി കിട്ടിയവരിൽ ക്ഷയരോഗ ലക്ഷണങ്ങൾ ആരംഭിക്കുന്നതിന് മുൻപേ ഒരു ഡോസ് ട്യൂബർക്കുലീനം കൊടുത്തു കഴിഞ്ഞാൽ ആ പാരമ്പര്യത്തിൽ നിന്നും അയാളെ വിമുക്തനാക്കാൻ സാധിക്കും. ഇറ്റ് ഇമ്മ്യൂൺസ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ആ രോഗിയുടെ ആ വ്യക്തി അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കോൺസ്റ്റിറ്റ്യൂഷനെ, അയാളുടെ ആ വ്യക്തിത്വത്തെ, നമുക്ക് വേണ്ടി വ്യക്തിത്വം എന്ന് പറയാം, ആ വ്യക്തിത്വത്തെ, അയാളുടെ ശാരീരിക അവസ്ഥയെ ക്ഷയരോഗത്തിൻ്റെ പിടിയിൽ നിന്നും വിമുക്തനാക്കാൻ ട്യൂബർക്കുലീനത്തിന് സാധിക്കും. അപ്പോൾ ട്യൂബർക്കുലീനത്തെക്കുറിച്ചുള്ള വളരെ വിലപ്പെട്ട ചില അറിവുകൾ നമുക്ക് ഇവിടെ നിന്ന് ലഭിച്ചു. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം. ഈ പ്രോഗ്രാം ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ഈ പ്രോഗ്രാമിനെക്കുറിച്ച് അറിയാത്ത നിങ്ങളുടെ മറ്റ് കോളേജുകളിലെ സുഹൃത്തുക്കൾക്ക് ഇത് അയച്ചു കൊടുത്തവരെ പരിചയപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്.